കഫക്കെട്ട് മാറുവാനായി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കുവാൻ സാധിക്കുന്ന ഒരു കഷായത്തെ പറ്റിയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഇതിനു വേണ്ട പച്ചമരുന്നുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. തുമ്പ, തുളസി, വെറ്റില, കുരുമുളക്, തേൻ. ആദ്യം നമുക്ക് വേണ്ട തുമ്പച്ചെടി ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടാകുമോ എന്ന് നടന്നു നോക്കാം. നല്ല വേനൽക്കാലമാണ്, തുമ്പച്ചെടി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു. എന്നാലും നമുക്ക് ആവശ്യമുള്ള കുറച്ച് തുമ്പച്ചെടി ഇവിടെ എവിടെയൊക്കെ ഉണ്ടാവും. ഇവിടെ 1-2 ചെടികൾ കാണുന്നുണ്ട്. നമുക്ക് ആവശ്യമായിട്ടുള്ള തുമ്പച്ചെടി ഇവിടെ ഉണ്ട്. ഇതിൽ നിന്ന് കുറച്ച് തുമ്പക്കതിരി നമുക്ക് എടുക്കാം. ഏകദേശം ഇത്രയും മതിയാവും. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് തുളസിയാണ്. അത് ഞാനിവിടെ നട്ട് പിടിപ്പിച്ചിരിക്കുന്നുണ്ട്, അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല. ഇതിൽ നിന്ന് ആവശ്യത്തിന് കുറച്ച് മതിയാവും, അത് ഇതിൽ നിന്ന് നമുക്ക് കിട്ടും. ഏകദേശം ഇത്രയും മതിയാവും. അടുത്ത് വേണ്ടത് വെറ്റിലയാണ്. വെറ്റിലയും ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഈ വെറ്റിലയിൽ നിന്ന് ഒരു 3-4 ഇലകൾ നമുക്ക് പൊട്ടിച്ചെടുക്കാം. ഇതിനാവശ്യമായിട്ടുള്ള കുരുമുളകാണിത്. കുരുമുളക് കല്ലിലിട്ട് ഇടിച്ച് പൊടിച്ചെടുക്കേണ്ടത്. മിക്സിയിലിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ തീരെ നൈസ് പൊടിയായി പോകും. അപ്പോൾ അതിൻ്റെ ആവശ്യം നമുക്കില്ല. ഇത് പൊടിച്ചെടുക്കാം. ഈ പാകത്തില് നമുക്ക് പൊടിച്ച് കിട്ടിയാൽ മതി, അധികം പൊടിഞ്ഞു പോകണമെന്നില്ല. കൂടുതൽ വീഡിയോകൾ ലഭിക്കുന്നതിനായി വീഡിയോയ്ക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ അമർത്തുക. 1.5 ഗ്ലാസ് വെള്ളമാണ് ഇതിനാവശ്യമുള്ളത്. വെള്ളം നന്നായി തിളച്ച് കഴിയുമ്പോൾ വെറ്റിലയും തുമ്പയും തുളസിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിന് മുകളിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന കുരുമുളക് പൊടിയും ഇട്ടുകൊടുത്തിട്ട് പാത്രം നന്നായി അടച്ചു വയ്ക്കുക. ഏകദേശം 10 മിനിറ്റ് സമയത്തേക്ക് ഈ രീതിയിൽ
പാത്രം അടച്ചു വെച്ച് തിളപ്പിക്കണം. നമ്മുടെ കഷായം റെഡി ആയിട്ടുണ്ട്. തണുത്തതിന് ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് ഇത് പകർത്തി മാറ്റാം. കഴിക്കുന്നതിന് മുമ്പ് കുറച്ച് തേൻ മേൻപൊടിയായി ചേർത്തിട്ട് വേണം കഴിക്കാൻ. ഇങ്ങനെ ഒരു പ്രാവശ്യം തയ്യാറാക്കിയ കഷായം നമുക്ക് 2 ദിവസം കഴിക്കാൻ പറ്റുന്നതാണ്.